ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കെതിരായ വ്യാജ ലഹരി കേസിൽ സർക്കാർ മറുപടി പറയണമെന്ന് ഹൈക്കോടതി. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഷീല സണ്ണിയുടെ ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. വിഷയത്തിൽ സമഗ്രമായ മറുപടി സർക്കാർ നൽകണമെന്ന് വ്യക്തമാക്കിയ കോടതി ആരോപണ വിധേയരായ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് അയച്ചു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ സിംഗിൾ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഷീല സണ്ണി 72 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് ഗുരുതരമെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി വിഷയത്തിൽ സർക്കാർ സമഗ്രമായ മറുപടി നൽകണമെന്ന് നിർദ്ദേശിച്ചു. കേസിൽ ആരോപണവിധേയരായ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ജയിലിൽ കിടന്ന ഓരോ ദിവസത്തിനും 1 ലക്ഷം രൂപ വീതം 72 ദിവസത്തേക്ക് 72 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുള്ളത്. 1 വർഷമായി ഇത് സംഭവിച്ചിട്ട്. തെറ്റ് ചെയ്തവര് ഇതുവരെ ഒരു നടപടിയും അവരുടെ മേലെ ഉണ്ടായിട്ടില്ല. എത്ര പൈസ കിട്ടിയെങ്കിലും ഞാൻ അനുഭവിച്ച വേദന അത് ഇപ്പോഴും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എക്സൈസിന്റെ ഭാഗത്തിൽ നിന്ന് ഭയങ്കരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ബാഗിൽ നിന്നും സ്കൂട്ടറിൽ നിന്നും വ്യാജ LSD സ്റ്റാമ്പ് പിടിച്ചെടുത്തതോടെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 27-നായിരുന്നു ഷീല സണ്ണിയുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത്. പിന്നീട് കെമിക്കൽ ലാബിൽ നടത്തിയ പരിശോധനയിൽ ഇത് ലഹരിയല്ലെന്ന് തെളിഞ്ഞു. ഷീല സണ്ണിയുടെ ബന്ധുവിന്റെ സുഹൃത്താണ് വ്യാജ കേസിന് പിന്നിലെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. 24 കൊച്ചി.